പിന്നെന്താ അർബാനയും അതേപോലെ തന്നെ നമ്മുടെ അംബ്രൂസും ടൈസും കുട്ടനൊക്കെ ഉണ്ടല്ലോ കൂടെ എന്ന് ചിന്തിക്കണില്ലേ? വേറെ ഒന്നല്ല, നമ്മൾ അവിടുത്തെ പറമ്പിലേക്കാണ് പോണേ. തെങ്ങ് കയറിയിട്ടേ നമ്മുടെ നാളികേരൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസം അർബാനയിൽ കുറേശ്ശെ കൊണ്ടുവരായിട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിലുള്ള ഒരു ദിവസമായിട്ട് തോന്നിയത് കൊണ്ട് വേഗം ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞാനിത് അർബാനയൊക്കെ അവിടെ വെച്ചു. പിന്നെ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഈ പപ്പായ കാണുമ്പോട്ടെ ഇത് എന്താണ്, റെഡ് ലേഡി ആണോ എന്ന്. റെഡ് ലേഡി തന്നെയാണ്, നന്നായിട്ട് പിടിക്കൂട്ട. റെഡ് ലേഡി പപ്പായാണെങ്കിൽ മേടിച്ച് വെച്ച് ധൈര്യമായിട്ട്. പിന്നെ നമ്മുടെ പറമ്പിലത്തെ ഇപ്പോഴത്തെ താരാണല്ലോ നമ്മുടെ കുക്കമ്പർ. അപ്പം ഞാൻ കവറൊക്കെ ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കാറായവരൊക്കെ കവറൊക്കെ ഊരി അങ്ങനെ ഇതാ കുക്കമ്പറൊക്കെ പൊട്ടിച്ചെടുക്കാന്ന് വിചാരിച്ചു. നല്ല നീളമുള്ള നല്ല കുക്കമ്പറാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കവച്ച് നമ്മൾ തെളിച്ച് കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പം ഈ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യണ കാരണം ഒരു ഗുണമില്ല. അപ്പം അതുകൊണ്ടാണ് കവർ ഇടണേ. അപ്പോൾ ഇതാ ഇത്രയും നമ്മുടെ എന്താ പറയുക കുക്കമ്പറൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ അടുത്ത താരാണ് കേട്ടോ നമ്മുടെ കയ്പക്കായ. നോക്കിയേ, ഒരു പഴുത്ത കയ്പക്കായ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ടാ. അതിങ്ങനെ പഴുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ വിണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കുരുവിൻ്റെയും ആ ഒരു കളറൊക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നി. അങ്ങനെ ഇതാ അത്യാവശ്യം കുറച്ച് കയ്പക്കായും കിട്ടി, അതും പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ നോക്കിയാൽ ഇതാണ് ഈ ഒരു മുളക് ഉണ്ടല്ലോ, നല്ല ഉണ്ടമുളക്, നല്ല ടേസ്റ്റായിട്ടാ. ചിക്കൻ കറിയിലൊക്കെ ഇടുമ്പോഴേ ഭയങ്കര ടേസ്റ്റ്, മക്കൾക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട് ഈ മുളകിട്ട് കറി വെക്കുമ്പോൾ. അപ്പോൾ അതും കിട്ടി. പിന്നെ അടുത്ത ആളാണല്ലോ നമ്മുടെ പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് ഞാൻ എന്ന് നോക്കൂട്ടാ, പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഈ നോട്ടം. പിന്നെ കാണാണ്ട് നല്ല ഭംഗിയൊക്കെ ആട്ടാ. പിന്നെ അത് നാളികേരൊക്കെ പറക്കിട്ടു. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ എടുത്ത് വരുമ്പോഴാണ് ഒരു കാര്യം കൂടി ഓർത്തത്. ഇതാണ് കേട്ടോ ക്യാരറ്റ് മുളക്, നല്ല ഭംഗിയായിട്ട് ഈ മുളകാണ്. പിന്നെ നമുക്കൊരു കായക്കൊലി കൂടി വെട്ടാനുണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ വെട്ടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള, അയ്യോ ഈ കായക്കൊലയുടെ പേര് എൻ്റെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരില്ല, അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ നമ്മൾ പൊട്ടിച്ചെടുത്തൊക്കെ കൂടി നമ്മൾ നേരെ വീട്ടിൽ വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പിന്നെ ഈ റോഡ് ഇട്ടാ, ഈ റോഡ് പണിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടൈലിടാനുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും നമ്മുടെ അംബ്രസും പിന്നെ ടൈസിനും അവരൊക്കെ ഇടയിൽ വെച്ചിട്ട് പോരും. പിന്നെ വീണ്ടും എന്നെ നോക്കിയിരിക്കും റോട്ടിൽ. അപ്പോൾ ഇതാ അവരൊക്കെ ആയിട്ട് വീണ്ടും വന്നു. പക്ഷെ വീട്ടിൽ വരുമ്പോൾ ഒരാളും കൂടി എന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അതാരാന്നറിയോ? നമ്മുടെ അല്ലൂട്ടാ. അല്ലു പറമ്പിലേക്കൊന്നും വരില്ല കേട്ടോ. അവൾ ദേ വീടിൻ്റെ ചുറ്റാണ് നടക്കുക. പിന്നെ അവൾക്കൊരു സ്വഭാവം ഉണ്ട്. ഞാൻ നമ്മുടെ അംബ്രൂസിനും ടൈസിനൊക്കെ തൊട്ടിട്ട് അവളെ തൊടാൻ നോക്കി കഴിഞ്ഞാൽ അവൾ സമ്മതിക്കില്ല കേട്ടോ. അവൾക്ക് ആ കാര്യത്തിൽ ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇത്തിരി വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കയറുക ഇറങ്ങുക ഇങ്ങനെയായിട്ട് നിൽക്കും. നമ്മുടെ മെസ്സിക്കുട്ടനാണെങ്കിൽ കുളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോബിയാണ് കേട്ടോ. അവന് വെള്ളം കണ്ട അപ്പം ചാടണം. പക്ഷെ ഒരാൾക്ക് കുളിക്കാനുള്ള സൗകര്യമുള്ളൂ. അത് കാരണം ബാക്കിയുള്ളവർക്ക് നോക്കി വെക്കും. പിന്നെ നമ്മുടെ മർഡോളം പോലെയാണ് പടിയുടെ പുറത്തേക്ക് നോക്കിക്കണേ. പിന്നെ യൂണിക് ഫാമിലി 2.0 പാചകം ഉണ്ടായിരുന്നു. 3 തന്നെ ചമ്മന്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വിശേഷം.